കഴിഞ്ഞ രാത്രിയിൽ തുടർമാനമായിട്ടുള്ള പ്രാർത്ഥനയിലും ദൈവസന്നിധിയിലുള്ള ആത്മതപനത്തിലുമായിരുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരു മുഴുരാത്രി പ്രാർത്ഥനയുടെ അവസാനത്തെ നിമിഷങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നാം വന്നിരിക്കുന്ന 4-ാം യാമം. ആകയാൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊരു സന്ദേശത്തിലേക്ക് ഇന്ന് രാവിലെ പ്രവേശിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ചില തിരുവെഴുത്തുകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് രാവിലെ കൃപ നൽകട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വെച്ച് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലേഖനത്തിന്റെ ആകത്തുക 5 അധ്യായങ്ങൾ കൂടെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ ഒരൊറ്റ വാക്കിൽ വന്ന് നിൽക്കും. ആ വാക്ക് ആത്മീക പക്വത എന്നുള്ള വാക്കാണ്. സ്പിരിച്വൽ മച്യൂരിറ്റി. ഏതൊരു മനുഷ്യനെയും ആത്മീക പക്വതയിലേക്ക് എത്തിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഓരോ അധ്യായങ്ങൾക്കകത്തും ആത്മീക പക്വതയിലേക്ക് എത്താൻ എന്തെല്ലാം വേണം എന്നുള്ളതാണ് യാക്കോബ് പ്രതിപാദിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നാം നോക്കിയാൽ ആരാണ് ആത്മീക പക്വതയിലെത്തിയ ഒരു വ്യക്തി എന്നുള്ളതിന് ഒന്നാമത്തെ ലക്ഷണമായി പറയുന്നത്, ഒരാത്മീക പക്വതയിലെത്തിയ ഒരു വ്യക്തി അവൻ പരിശോധനകളിൽ സഹിഷ്ണുത ഉള്ളവനായിരിക്കും എന്നുള്ളതാണ് 1-ാം അധ്യായം വ്യക്തമാക്കുന്നത്. കൂടാതെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീക പക്വതയുള്ള ഒരു വ്യക്തി സത്യം സംസാരിക്കും എന്നുള്ളതാണ് ലക്ഷണമായി പറയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീക പക്വതയുള്ള ഒരു വ്യക്തി നാവിന്മേൽ നിയന്ത്രണമുള്ളവനായിരിക്കും എന്നാണ് യാക്കോബ് പറയുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീക പക്വതയുള്ള ഒരു വ്യക്തി സമാധാനകാംക്ഷിയായിരിക്കും എന്നുള്ളതാണ് 4-ാം അധ്യായത്തിൽ നിന്ന് യാക്കോബ് വ്യക്തമാക്കുന്നത്. നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീക പക്വതയുടെ ലക്ഷണമായി യാക്കോബ് പറയുന്നത്, ആത്മീക പക്വതയുള്ള ഒരു മനുഷ്യൻ പ്രതിസന്ധികളിൽ പ്രാർത്ഥനാ നിരതനായിരിക്കും എന്നുള്ളതാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പ്രാർത്ഥനയുടെ ഒരു അധ്യായമാണ് 5-ാം അധ്യായം. നമ്മൾ 5-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് സഞ്ചരിക്കാനുള്ള സമയം നമുക്ക് പരിമിതമായതുകൊണ്ട് വായിച്ച 2 വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 5-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിന്ന് ഒരു പദമാണ് നമ്മൾ രാവിലെ ചിന്തിക്കുന്നത്. ഒരു പദം, സ്തോത്രം. ആ പദം 16-ാം വാക്യത്തിന്റെ അവസാനത്തെ സെന്റൻസിൽ കാണാൻ കഴിയുന്നുണ്ട്. നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും.
ഇവിടെ ഒരു പ്രത്യേകം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ പേരാണ് ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന. കഴിഞ്ഞ രാത്രി മുഴുവൻ ഓൾ നൈറ്റ് പ്രെയർ എന്നൊക്കെയാണ് പരസ്യം കൊടുത്തിരുന്നത്. ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയായിരുന്നോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിപ്പാനുള്ളത്. എന്താണ് ഈ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന? അതിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് പ്രാർത്ഥന എന്നുള്ളതൊന്ന് ഒന്ന് പരാമർശിക്കാം. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയെക്കുറിച്ച് പല ഡെഫിനിഷനുകൾ ഞാൻ ഇങ്ങനെ പരിശോധിക്കുകയുണ്ടായി, പല ബൈബിൾ സ്കോളേഴ്സ്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഒരു വേദ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ദൈവമക്കൾ ദൈവത്തോട് നടത്തുന്ന സംഭാഷണമാണ് പ്രാർത്ഥന എന്നുള്ളതാണ്. അതാണ് നമുക്ക് മനസ്സിലാകാവുന്ന ഏറ്റവും സിമ്പിൾ കാര്യം. അപ്പോൾ ഒരു രാത്രി മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ദൈവത്തോട് ഒരു രാത്രി മുഴുവൻ സംഭാഷണത്തിലായിരുന്നു എന്നുള്ളതാണ്. എത്ര മഹത്തകരമായ കാര്യമല്ലേ അത്! കാരണം അത്യുന്നതനായ ദൈവം, മറുവശത്ത് നിസാരക്കാരായ മനുഷ്യൻ. സ്തോത്രം. ഈ അത്യുന്നതനായ ദൈവം, ഒരു മറുവശത്ത് നിസാരക്കാരായ മനുഷ്യൻ, ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് എന്ത്? പ്രാർത്ഥന. സ്തോത്രം. ഏദെൻ തോട്ടത്തിൽ വെച്ച് ആദം ഹൗവ ദമ്പതികൾക്ക് ദൈവവുമായിട്ട് മുഖാമുഖം സംഭാഷണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പോൾ വെയിലാറുന്ന സമയത്ത്. എന്നാൽ എപ്പോഴൊക്കെ പാപം അവരുടെ ഇടയിൽ വന്നോ അപ്പോൾ മുതൽ അവർ തോട്ടത്തിന് വെളിയിലേക്ക് പുറത്താക്കപ്പെടുകയും പിന്നെ ദൈവത്തോട് സംഭാഷണത്തിന് അവർക്ക് ലഭിച്ചിരുന്ന ആ അവസരം അവർക്ക് നഷ്ടമായിപ്പോയി. സ്തോത്രം. നഷ്ടമായി പോയപ്പോൾ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പുറത്താക്കപ്പെട്ട ഈ മനുഷ്യർക്ക് ദൈവത്തോട് സംസാരിക്കാൻ ദൈവം ഏർപ്പെടുത്തിയ ഏക മാർഗമാണ് പ്രാർത്ഥന. സ്തോത്രം. അപ്പോൾ ഇന്ന് രാവിലെ സമയം ആ മഹാദൈവത്തോട് നിസാരക്കാരായ നാം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതിന് ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെ കുറിച്ച് 2 മണിക്കൂർ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രബന്ധം എഴുതാൻ എളുപ്പമാണ്, പക്ഷേ പ്രാർത്ഥിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ദശാംശം കൊടുക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ പരിശോധിക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഒരു പ്രധാന വിഷയമാണ് നിന്റെ സമയം നീ എത്ര ദൈവത്തിന് വേണ്ടി കൊടുത്തു എന്നുള്ളത് അവിടെ പരിശോധിക്കപ്പെടും. ഒരു ദിവസം 24 മണിക്കൂർ ദൈവം ദാനമായി നൽകുമ്പോൾ അതിന്റെ ദശാംശമായി 2 മണിക്കൂർ 40 മിനിറ്റ് എങ്കിലും ദൈവസന്നിധിയിൽ ഒരു ദിവസം കൊടുക്കാത്തവരൊക്കെ ലജ്ജിക്കപ്പെടേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ പാസ്റ്റേ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം എന്നോട് ചോദിച്ചു. ചലഞ്ചിങ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചു. ഞാൻ ആദ്യം മിണ്ടാതിരുന്നു. വീണ്ടും എന്നോട് ചോദിച്ചു, എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞൊരു 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും, അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഒരു ഒറ്റ പ്രാവശ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ഭയങ്കര പാടാ പാസ്റ്റേന്നു. ഞാൻ പറഞ്ഞു, ഒന്നല്ല, നീ ഒരു 5 പ്രാവശ്യം എടുത്ത് പ്രാർത്ഥിച്ച ഒരു കുഴപ്പമില്ല. കാരണം 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിന്റെ നാക്കിലെ വെള്ളവും പറ്റും, നിന്റെ വിഷയവും തീരും. ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ.
എന്നാൽ ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ശ്വാസം വിടുന്ന പോലെ മണിക്കൂർ പോകുന്ന അറിയത്തില്ല. കാരണം പ്രാർത്ഥന ആത്മാവിലുള്ളതാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ബുദ്ധിയിലുള്ള പ്രാർത്ഥനയല്ല. പിന്നെ എഫേസ്യ ലേഖനം പറയുന്നു ആത്മാവിൽ പ്രാർത്ഥിച്ചു. ചുമ്മാതെ കുറച്ച് സമയം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല കാര്യം. പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരെ ആത്മമണ്ഡലങ്ങളിൽ ചിലത് ചെയ്യാൻ കഴിയും. സ്തോത്രം. ഇവിടെ എന്താണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്താ ലക്ഷ്യം? ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഒരു 99% ആളുകൾക്കും അവരുടെ കുറെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. അവരെഴുതി വെച്ച കുറെ ലിസ്റ്റ് ഉണ്ട്. കൊച്ചിന്റെ കല്യാണം നടക്കുവോ, പുതിയ ജോലി കിട്ടുവോ, വിശാലത ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു മാർഗമാണ് പലർക്കും പ്രാർത്ഥന. പക്ഷേ പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം അതല്ല. ഞാൻ ഉദാഹരണം പറയാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ ജഡത്തിലെ ശൂലം മാറാൻ. ശരിക്കും അത് പഠിച്ചാൽ 3 പ്രാവശ്യം എന്നുള്ളതല്ല, 3 സീസണുകളിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരേ വിഷയത്തിന് വേണ്ടി 3 സീസണുകളിൽ താൻ പ്രാർത്ഥിച്ചു. ശൂലം മാറാൻ വേണ്ടി 3 സീസണുകളിൽ പ്രാർത്ഥിച്ചെന്നാണ് അതിന്റെ ഒറിജിനൽ തർജ്ജമകളിലൊക്കെ വരുന്നത്. പക്ഷെ പൗലോസ് പ്രാർത്ഥിച്ച വിഷയത്തിന് താൻ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടി, പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി ഉറപ്പായിട്ടും. പക്ഷെ താൻ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയില്ല. ആരും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടുമെന്ന് ഓർത്തിരിക്കരുത്. പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. പക്ഷെ എന്തു മറുപടി തരണം എന്നുള്ളത് ദൈവത്തിന്റെ പരമാധികാരമാണ്. കണ്ടിട്ടില്ല? അതുകൊണ്ട് അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം പറഞ്ഞു പൗലോസെ ശൂലം അവിടെ ഇരിക്കട്ടെ, ആ ശൂലത്തെ വഹിപ്പാനുള്ള എന്റെ കൃപ ഞാൻ നിന്റെ മേൽ പകരും. സ്തോത്രം. പിന്നീട് ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പൗലോസിന് മനസ്സിലായത്. എന്താ മനസ്സിലായത്? ഈ ശൂലം എന്തിനാ തന്നേന്നുള്ളത്. എന്തിനാ തന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, വെളിപ്പാടിന്റെ ആധിക്യത്താൽ താൻ നിഗളിച്ചു പോകാതിരിപ്പാൻ. അപ്പൊ അർത്ഥം, പൗലോസെ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നറിയാമോ? 1, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അതായിരിക്കണം പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കുന്നവർ ആദ്യം മനസ്സിലാക്കുക ആ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്. അതായിരിക്കണം പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് ചിലപ്പോൾ മറുപടി നമ്മൾ ഉദ്ദേശിക്കാത്തതാ കിട്ടുന്നതെങ്കിൽ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. ഒത്തിരി ആളുകളെ എനിക്കറിയാം, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണ ശവസംസ്കാര ശുശ്രൂഷ പങ്കെടുത്തു. ആ പിതാവിന് ഒരു അസുഖമുണ്ടായിരുന്നു. അവര് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു, പക്ഷേ പിതാവ് മരിച്ചുപോയി. ആ സഹോദരനെ കണ്ടപ്പോൾ അദ്ദേഹം ഇപ്പോഴും അതിനകത്തുനിന്ന് റിക്കവർ ആയിട്ടില്ല, ആ ഷോക്കിനകത്ത്. അദ്ദേഹത്തിന്റെ വൈഫിനോട് പറഞ്ഞു, അമിതമായി വിശ്വസിച്ചുകൊണ്ടിരുന്നു പിതാവ് സൗഖ്യമാകും, പുറത്തു വരുമെന്ന്. നിന്റെ വിശ്വാസം നല്ലതാണ്, നിന്റെ പ്രാർത്ഥന നല്ലതാണ്, പക്ഷെ നീ ദൈവഹിതം മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം അംഗീകരിക്കുക. അവൾ പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കണം. 1. 2, ആ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളതാണ് 2ാമത്തെ വിഷയം. സ്തോത്രം. ഇത് രണ്ടുമാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. സ്തോത്രം. നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് വരാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഒരു കൽപ്പനാസ്വരത്തിലാണ് പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്
ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. ഒരു കൽപ്പനാസുരത്തിലാണ് പറഞ്ഞത്. എന്താ? ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. എന്തിനാണ് അങ്ങനെ ഒരു കൽപ്പനാസുരത്തിൽ പറഞ്ഞത്? അതിന്റെ കാരണമാണ് സെക്കൻഡ് പോർഷൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. അപ്പൊ ഒരുവൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, അതിന് 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യാക്കോബ് അത് തെളിയിക്കുന്നത്. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന തെളിയിക്കുന്നത് 17-18 വാക്യങ്ങൾ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെളിയിക്കുന്നത്. സ്തോത്രം. നമുക്കതിലേക്ക് വരാം. എന്തുകൊണ്ടും പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ യാക്കോബിനെ പോലെ ഇത്രയും യോഗ്യനായ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മളൊരു വിഷയം പ്രസംഗിക്കുമ്പം ആ പ്രസംഗിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയാനുള്ള യോഗ്യത കൂടെ നമുക്കുണ്ടോ നോക്കണം. അല്ലാതെ ഇന്നത്തെ പ്രസംഗം ഒന്ന് തീർക്കാൻ വേണ്ടി ദാനിയേൽ ബൈബിളും സങ്കീർത്തന ഭാഷയും തപ്പിക്കൊണ്ട് വരിക എന്നുള്ളതല്ല വിഷയം. പിന്നെ നീ ശുശ്രൂഷിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയാൻ നിനക്ക് യോഗ്യത ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. ഈ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ യാക്കോബിനെ പോലെ യോഗ്യൻ വേറെ ആരും ഇല്ലെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സ്തോത്രം. അതിന്റെ കാരണം യാക്കോബിനെ കുറിച്ച് ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ രണ്ട് കാൽമുട്ടുകൾ, ഈ യാക്കോബിന്റെ രണ്ട് കാൽമുട്ടുകൾ ഒട്ടകത്തിന്റെ കാൽമുട്ട് പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറയാൻ കാരണം ദീർഘസമയം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തിന്റെ രണ്ട് കാൽമുട്ടുകളും ഒട്ടകത്തിന്റെ കാൽമുട്ടുകൾ പോലെ ആയെന്നാണ് യൂസീബിയസ് എന്ന ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ അങ്ങനെ മണിക്കൂറുകൾ മുഴങ്കാൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ് പറയുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അത് ആരെങ്കിലും എഴുതി വെച്ച ഒരു ഭാഷ്യത്തിനകത്തുനിന്നോ വിജ്ഞാനകോശത്തിനകത്തുനിന്നോ പറഞ്ഞല്ല, പിന്നെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. നീ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ പ്രാർത്ഥന ഇന്നല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ഫലിക്കുന്ന പ്രാർത്ഥനയായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി അദ്ദേഹത്തിലൂടെ ഇടപെടുകയാണ്. സ്തോത്രം. ഇവിടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാ പറയുന്നത്. ഈ ഫലിക്കുന്നു എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിച്ച എല്ലാം അതുപോലെ അങ്ങ് കിട്ടുമെന്നല്ല അർത്ഥം. അങ്ങനെ ആരും ധരിക്കരുത്. അതല്ല വളരെ ഫലിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ ഹിതം വളരെ കൃത്യമായി നിറവേറ്റപ്പെടും എന്നുള്ളതാണ് വളരെ ഫലിക്കുന്നു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് പറഞ്ഞാൽ എന്താണോ ആ വിഷയത്തിന്റെ പിന്നിലെ ദൈവത്തിന്റെ ഹിതം അത് കൃത്യമായി നിറവേറ്റപ്പെടും എന്നുള്ളതാണ് യാക്കോബ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. ഇനി നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് വരാം. ഒരാളുടെ പ്രാർത്ഥന ശ്രദ്ധയേറിയ പ്രാർത്ഥനയാകണമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരിക്കേണ്ട അടിസ്ഥാന പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതൊന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോകാം. ഏകദേശം ഒരു 5 കാര്യങ്ങൾ കുറഞ്ഞതുണ്ടാകണം, എന്നാലേ ഈ പ്രാർത്ഥനയെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയായി ചിത്രീകരിക്കാൻ കഴിയൂ. അതാണ് ഇവിടെ സ്തോത്രം യാക്കോബ് പറയുന്നത്. ഇവിടെ തന്നെ നമ്മൾ വേറെ ഒരിടത്തും പോകുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒന്നും വായിക്കാൻ സമയമില്ല. അങ്ങനെ ഒരു പ്രസംഗത്തോട് എനിക്ക് താല്പര്യമില്ല. ആകയാൽ നമ്മൾ ഈ ഭാഗം മാത്രം പരിശോധിക്കാം. ഈ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്കുള്ള എന്താണ് അടിസ്ഥാന പ്രമാണങ്ങൾ? സ്തോത്രം. ഈ പ്രാർത്ഥന ശ്രദ്ധയേറിയ പ്രാർത്ഥനയാകണമെങ്കിൽ എന്താണ് വേണ്ടത്? 5 കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഓടിച്ചെന്ന് പറയാം. സ്തോത്രം.
ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇത് നീതിമാന്റെ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. ശ്രദ്ധയേറിയ പ്രാർത്ഥന എല്ലാവർക്കും പറ്റിയ പ്രാർത്ഥനയല്ല. എല്ലാ മനുഷ്യനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിമും സകല മനുഷ്യനും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അത് എല്ലാവർക്കും പറ്റിയ പ്രാർത്ഥനയല്ല. ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ അടിസ്ഥാന പ്രമാണം അത് നീതിമാന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണല്ലോ യാക്കോബ് 5-16 പറയുന്നത് തന്നെ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്നാണ്. അപ്പോൾ ആ നീതിമാൻ എന്നുള്ള ആ പ്രയോഗം നമുക്ക് ഒന്ന് പഠിക്കേണ്ട പ്രയോഗമാണ്. സ്തോത്രം. ആരാണ് നീതിമാൻ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എല്ലാവരും പറയും ദൈവം നീതീകരിച്ചവനാണ് നീതിമാൻ. ശരിയാണ്, ഒറ്റ വാക്കിൽ തെറ്റൊന്നുമില്ല. സ്തോത്രം. ദൈവം നീതീകരിച്ചവനാണ് നീതിമാൻ. എന്നാൽ യാക്കോബ് പറയുന്ന നീതിമാൻ ആരാണ്? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യാക്കോബ് പറയുന്ന നീതിമാൻ ആരാണ്? സ്തോത്രം. നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒരു പ്രായോഗിക ലേഖനമാണ്. അപ്പോൾ യാക്കോബിന്റെ കാഴ്ചപ്പാടിൽ ആരാണ് നീതിമാൻ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പൊ യാക്കോബിന്റെ കാഴ്ചപ്പാടിൽ ദൈവം നീതീകരിച്ച ആളാണ് നീതിമാൻ എന്നുള്ളതല്ല, പിന്നെ അനുദിന ജീവിതത്തിൽ നീതിമാന്മാരായി ജീവിക്കുന്നവരുടെ കാര്യമാണ് യാക്കോബ് പറയുന്നത്. അപ്പൊ പ്രശ്നമാകട്ടോ. സ്തോത്രം. എല്ലാ ദിവസവും നീതിമാന്മാരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കാര്യമാണ് യാക്കോബ് തന്റെ 5 അധ്യായങ്ങളിലൂടെ പറയുന്ന നീതിമാൻ. സ്തോത്രം. അതുകൊണ്ട് യാക്കോബിന്റെ കാഴ്ചപ്പാടിൽ ആരാണ് നീതിമാൻ? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് അവിടെ ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം. യാക്കോബ് ഉദ്ദേശിക്കുന്ന ഒരു നീതിമാൻ ആരാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. അപ്പോൾ ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്ന ഭക്തൻ എങ്ങനെയുള്ള ഭക്തനായിരിക്കണം? നാവിന് കടിഞ്ഞാനിടുന്ന ഭക്തനായിരിക്കണം, അല്ലെങ്കിൽ നാവിനെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ സംഭാഷണം സൂക്ഷിക്കുന്നവനെയാണ് യാക്കോബ് ഭക്തൻ എന്ന് കരുതുന്നത്. നീ 3 മണിക്കൂർ ദുരിതരാന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞിട്ട് വായി തോന്നിയെല്ലാം കോതയ്ക്ക് പാട്ടെന്നുള്ള രീതി സംസാരിക്കുന്ന നീ എവിടെയാണ് നീതിമാനാകുന്നത്? അനുദിന നിന്റെ ജീവിതത്തിൽ നിന്റെ സംഭാഷണത്തെ സൂക്ഷിക്കുന്ന, നിന്റെ നാവിനെ സൂക്ഷിക്കുന്നവനെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. അവന്റെ പ്രാർത്ഥനയാണ് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. അയ്യോ, നമ്മൾ അകപ്പെട്ടു പോകും ഈ ഭാഗം ശ്രദ്ധിച്ചാൽ. ഇനി ആരാണ് യാക്കോബിന്റെ കാഴ്ചപ്പാടിൽ നീതിമാൻ? അടുത്ത വാക്യം 27-ാം വാക്യത്തിൽ പറയുന്നു, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വന്നും തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഇതാണ് രണ്ടാമത്തെ തന്റെ കാഴ്ചപ്പാടുള്ള നീതിമാൻ. സ്തോത്രം. എന്താണത്? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും. ദൈവത്തിന്റെ പ്രത്യേക പരിഗണനയുള്ള 2 ഗ്രൂപ്പാണ് ഇത് കേട്ടോ. ഏത്? അനാഥരും വിധവമാരും. വേറെ ആർക്കുമില്ലാത്ത പ്രത്യേക പരിഗണനയുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരെ പോയി അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നവന്റെ പേരാണ് നീതിമാൻ. യാക്കോബിന്റെ കാഴ്ചപ്പാടിൽ ഇതിപ്പം നിങ്ങൾ എത്ര അനാഥരും വിധവമാരെ പോയി കാണുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇനി മൂന്നാമത്തെ വിഷയം, യാക്കോബിന്റെ കാഴ്ചപ്പാടിൽ ആരാണ് നീതിമാൻ? മൂന്നാമത്തെ വിഷയം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഓടിച്ചുവിടാം. സ്തോത്രം.
ആ 17-ാം വാക്യത്തിൽ കൊണ്ടുവന്ന് വായിക്കുമ്പോൾ ഒറ്റ കാര്യം അവിടെ യാക്കോബ് പറയുന്നുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുന്നവന്റെ പേരാണ് നീതിമാൻ. ഭയങ്കര വിശ്വാസ പ്രഖ്യാപനമാണ്. സ്റ്റേജിലൊക്കെ നിന്ന് സ്റ്റേജ് തകർക്കും. പക്ഷെ ഒരു മനുഷ്യന് 5 പൈസയുടെ ഗുണമില്ല ഇവനെ കൊണ്ട്. സ്തോത്രം. അവൻ നീതിമാനല്ല, അവൻ മോട്ടിവേഷൻ സ്പീക്കറാ. പിന്നെ എന്താണ് യാക്കോബ് പറയുന്നത്? ഒരു സഹോദരനോ സഹോദരിക്കോ അവർ നഗ്നരാണ്, അല്ലെങ്കിൽ അഹോവൃത്തിക്കുള്ള വക അവർക്കില്ല. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചിലത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും, അതിനുള്ള കരുതാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ കരുതുന്നതിന് പകരം പറയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ബ്രദറെ, ദൈവം സഹായിക്കും എന്ന് പറയുക. ഈസി അല്ലേ? പിന്നെ സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ, കണ്ടോ, ചില ആളുകള് സമാധാനമായിരിക്കുക ദൈവം ചെയ്യുമെന്നേ പറയുള്ളൂ, പക്ഷെ അലമാരിക്കകത്തുള്ളത് എടുത്ത് കൊടുക്കുകയല്ല. കർത്താവ് പറയുന്നു നീ നീതിമാനല്ല, നീ വെറും വിശ്വാസ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ദൈവം പറയുന്നു, യാക്കോബ് പറയുന്നു, അനുദിന ജീവിതത്തിൽ നീതിമാനായി ജീവിക്കാൻ ശ്രമിക്കുന്നവൻ വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുന്നവനായിരിക്കണം. എനിക്കറിയാം ഇതൊക്കെ പറയുമ്പോൾ ആത്മാവിടെ പോകുന്നു, പക്ഷെ പ്രസംഗം അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. 3, ആരാണ് നീതിമാൻ? സ്തോത്രം. 3-ാം അധ്യായത്തിൽ വീണ്ടും യാക്കോബ് എടുത്തു പറയുന്നത്, 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വരുമ്പോൾ, നാവിനെ സൂക്ഷിക്കുന്നവനാണ് നീതിമാൻ. ആരാണ് നീതിമാൻ? 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. അപ്പോൾ ആരാണ് നീതിമാൻ? ലോകത്തോട് അനുരൂപപ്പെടാതെ ജീവിക്കുന്നവനാണ് നീതിമാൻ. ലോകത്തോട് അനുരൂപപ്പെടാതെ ജീവിക്കുന്നവനാണ് നീതിമാൻ. സ്തോത്രം. അപ്പൊ 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴേ, ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ 1-ാമത്തെ പ്രത്യേകത അത് നീതിമാന്റെ പ്രാർത്ഥനയാണ്. അപ്പം ആരാണ് ശ്രദ്ധയേറിയ പ്രാർത്ഥന നയിക്കേണ്ടത്? സ്തോത്രം. നാവിനെ, സംഭാഷണത്തെ സൂക്ഷിക്കുന്നവൻ, അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കണ്ട് ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്നവൻ, വിശ്വാസത്തെയും പ്രവൃത്തിയെയും ഒരുപോലെ കൊണ്ടുപോകുന്നവൻ, നാവിന്മേൽ നിയന്ത്രണമുള്ളവൻ, ലോകത്തോട് അനുരൂപമാകാതെ ജീവിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ പേരാണെന്ത്? ശ്രദ്ധയേറിയ പ്രാർത്ഥന. 1-ാമത്തെ പോയിന്റ് വന്നപ്പോഴേ ചിലരുടെ മുഖം കണ്ടപ്പം ചോരമയം പോയ പോലെ തോന്നുന്നു. സ്തോത്രം. ആട്ടെ, അപ്പോൾ ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ 1-ാമത്തെ വശമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. സ്തോത്രം. ഇനി ഈ പ്രാർത്ഥനയുടെ 2-ാമത്തെ പ്രത്യേകത പറയാം. 2-ാമത്തെ പ്രത്യേകത അത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണെങ്കിലും പറഞ്ഞുവിടാം. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ 2-ാമത്തെ പ്രത്യേകത, ഇവിടെ 16-ാം വാക്യത്തിൽ യാക്കോബ് വളരെ ക്ലീൻ ആയിട്ട് എടുത്തു പറയുന്ന കാര്യം. സ്തോത്രം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു യഹൂദ പശ്ചാത്തലത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് നമ്മളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ബന്ധമില്ല, എന്നാൽ ബന്ധമുള്ളതും നല്ലതാണ്. ഇവിടെ യാക്കോബ് പറയുന്നത്, നിങ്ങൾക്ക് രോഗശാന്തി വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കതിനെ ഒരു വാക്കിൽ ക്രോഡീകരിക്കാം. തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക.
അപ്പോൾ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ശ്രദ്ധയേറിയ പ്രാർത്ഥന. അപ്പൊ നമുക്കതിനെ ഒറ്റ പദത്തിൽ കൊണ്ടുവരാം. തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധ മനസാക്ഷിയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധ മനസാക്ഷിയോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താണ് ശ്രദ്ധയേറിയ പ്രാർത്ഥന? ശുദ്ധ മനസാക്ഷിയോടുകൂടെ പ്രാർത്ഥിക്കുന്നതാണ് ശ്രദ്ധയേറിയ പ്രാർത്ഥന. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധ മനസാക്ഷിയോടുകൂടെ പ്രാർത്ഥിക്കുന്നതാണ് ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഈ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 12:5 സഭ ശ്രദ്ധയോടുകൂടി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്നുള്ളതിന് ബൈബിളിൽ പല അർത്ഥങ്ങളുണ്ട്. ആത്മാർത്ഥമായ പ്രാർത്ഥന എന്നുണ്ട്, തീക്ഷ്ണമായ പ്രാർത്ഥന എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. ഈ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം ആത്മാർത്ഥമായ പ്രാർത്ഥന, തീക്ഷ്ണതയോടുകൂടിയ പ്രാർത്ഥന എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അത് നീതിമാന്റെ പ്രാർത്ഥനയാണെന്ന് മാത്രമല്ല, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധ മനസാക്ഷിയോടുകൂടി പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം. സ്തോത്രം. ഇനി മൂന്നാമത്തെ അടിസ്ഥാന പ്രമാണം, ഈ പ്രാർത്ഥനയുടെ, ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ അടിസ്ഥാന പ്രമാണം, അത് ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. നമ്മുടെ പല ആളുകളെയും പ്രാർത്ഥന ദൈവം ആമേൻ പറയത്തില്ല. കാരണം ദൈവവചനപ്രകാരം പല പ്രാർത്ഥനകളും റോങ് ആണ്. അതുകൊണ്ട് ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയാൻ ബുദ്ധിമുട്ട്. സ്തോത്രം. ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ഒറിജിനൽ ആയിട്ടുള്ള ശ്രദ്ധയേറിയ അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. അത് തെളിയിക്കാൻ വേണ്ടി ഇവിടെ ഏലിയാവിനെ കൊണ്ടുവരിക 17-ാം വാക്യത്തിൽ. ഏലിയാവിന്റെ പ്രാർത്ഥനയെ എക്സാമ്പിളായി ചൂണ്ടിക്കാണിക്കുകയാണ് യാക്കോബ്. ഏലിയാവ് ആരായിരുന്നു? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവിനെ പലരും ഒരു സൂപ്പർ ഹീറോ ഒക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അയ്യോ, ഏലിയാവ് നമുക്ക് ഇങ്ങനെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആണെന്നുള്ളൊരു തെളിവാണല്ലോ 19-ാം അധ്യായത്തിന്റെ ആരംഭവാക്യം. എന്ത്? ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി കിടന്ന് മരണം കുതിക്കുക. നമ്മളാണ് ഒരു പുരുഷായുസിലോ സ്ത്രീയുടെ ആയുസിൽ എത്രയോ പ്രാവശ്യം മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും. പുള്ളി നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നുള്ളത് തെളിയിക്കുന്നില്ല ആ ഒറ്റ ഭാഗം. ഒരു സഹോദരിയുടെ ഭീഷണിയുടെ മുന്നിൽ മരണം കുതിക്കുന്ന ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ തന്നെ. സ്തോത്രം. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു. കാരണം ആ പ്രാർത്ഥന ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥന. എന്താ പുള്ളി പ്രാർത്ഥിച്ചത്? അവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചത് 17-ാം വാക്യം പറയുന്നു, മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ഇത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ ഈ വിഷയം പറയുന്നില്ല. ഏത്? അദ്ദേഹം മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തോടുകൂടെയാണ് 1 രാജാക്കന്മാർ 17-ാം അധ്യായം ഏലിയാവിന്റെ രംഗപ്രവേശനം. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് 3.5 വർഷം ചെയ്തു കൊടുത്തു. എന്ത്? മഴ പെയ്യാതിരിക്കത്തക്ക രീതിയിൽ ദൈവം പ്രപഞ്ചത്തെയും പ്രകൃതിയെ അടച്ചു. എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്തത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവവചന പ്രകാരമുള്ള പ്രാർത്ഥനയായിരുന്നു. എന്താ തെളിവ്? സ്തോത്രം. തെളിവ് ആവർത്തന പുസ്തകം 11-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായം, ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം അവിടെ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് 17-ാം വാക്യം ശ്രദ്ധിച്ചാൽ, അല്ലാഞ്ഞാൽ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്തു നിങ്ങൾ വേഗം ഛേദിക്കപ്പെടും.
ഇവിടെ മഴ ഞാൻ പെയ്യ്ക്കുമെന്നും ദൈവം പറയുന്നുണ്ട്, മഴ പെയ്യ്ക്കത്തില്ലെന്നും പറയുന്നുണ്ട്. മഴ പെയ്യിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ നടക്കണമെന്നും പറയുന്നുണ്ട്. മഴ പെയ്യാതിരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ എങ്ങനെ നടന്നാൽ ഞാൻ മഴ പെയ്യാതെ ആകാശത്തെ അടയ്ക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. നിങ്ങൾ യഹോവയെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെ അവനെ സേവിക്കുകയും ചെയ്താൽ, 14 വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരിക മാത്രമല്ല, തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്ത് വേണ്ട മുൻമഴയും പിന്മഴയും തരും. അപ്പൊ മര്യാദയ്ക്ക് നടന്നാൽ മുൻമഴയും പിന്മഴയും ഞാൻ തരും. എന്നാൽ മര്യാദ കെട്ട് നടന്നാലോ? അതാണ് 17 വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശത്തെ അടയ്ക്കുമെന്ന്. അപ്പൊ ആ ഒരു കാര്യം ഏലിയാവിന് മനസ്സിലായി. എന്താ? ദൈവത്തെ സേവിക്കാതെ വിഗ്രഹങ്ങളെ സേവിക്കുകയും അന്യ ദൈവങ്ങളെ സേവിക്കുകയും ചെയ്താൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ആകാശം അടയ്ക്കും. അപ്പം ഏലിയാവ് വന്ന കാലഘട്ടത്തിൽ ഏലിയാവ് നോക്കിയപ്പം വിഗ്രഹങ്ങളെ സേവിക്കാൻ തന്നെത്താൻ വിറ്റ് കളഞ്ഞ ആകാവിന്റെ കാലം. ഭാര്യ ഇസബേലിന്റെ സ്വാധീനം കൊണ്ട് രാജ്യം മുഴുവൻ ക്ഷേത്രങ്ങൾ, കൊട്ടാരത്തിനകത്ത് ബാലിന്റെ പ്രവാചകന്മാർ, ഏലിയാവിന്റെ രക്തം തിളച്ചു. ഏലിയാവ് ഈ തിരുവെഴുത്തുകൾ ഓർത്തു. ആവർത്തന പുസ്തകം 11 അധ്യായം ഏലിയാവ് ഓർത്തു. ഇനി ഈ ജനത്തെ മടക്കിക്കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആവർത്തനം 11 ദൈവം പറഞ്ഞ കാര്യം നടക്കണം. ഏത്? ആകാശം അടയ്ക്കണം. ഏലിയാവിനറിയാം മഴ പെയ്തില്ലേ താനും കഷ്ടപ്പെടും. ഏലിയാവ് മനസ്സിലാക്കി, ഞാൻ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഈ ജനത്തെ മടക്കിക്കൊണ്ടുവരാൻ ഇതേ ഉള്ളൂ മാർഗം. അതുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ പറഞ്ഞിട്ടില്ലേ ജനം അന്യ ദൈവങ്ങളെ സേവിച്ചാൽ, അങ്ങയെ വിട്ടു മാറിയാൽ ആകാശത്തെ അടയ്ക്കുമെന്ന് നീ പറഞ്ഞിട്ടില്ലേ? ആകയാൽ ഈ ആകാശത്തെ അടച്ച് ഈ ജനത്തെ നീ മടക്കിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഏലിയാവ് പ്രാർത്ഥിച്ചു. അതാണ് ദൈവവചന പ്രകാരമുള്ള പ്രാർത്ഥന. നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും ബൈബിളിൽ ഒരു ചെറിയ വാക്യം പോലും അടിസ്ഥാനമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പല പ്രാർത്ഥനയും ദൈവം എഴുതി തള്ളുന്നത്. പല പ്രാർത്ഥനയ്ക്ക് ദൈവം മൂളുക പോലും ചെയ്യാത്തതിന്റെ കാര്യം അതുകൊണ്ടാണ്. നിന്റെ പ്രാർത്ഥന ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കണം. അതാണ് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. സ്തോത്രം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ആകാശത്തെ അടച്ചുകൊണ്ട് ഒരു ബാലശിക്ഷയിലൂടെ ദൈവം തന്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുന്ന ചിത്രമാണ് നാം കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17, 18, 19 അധ്യായങ്ങളിൽ. ഇതേ വിഷയം തന്നെയാണ് ഹബക്കുക്കും പ്രാർത്ഥിച്ചത്. സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, ഈ പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഭയങ്കര എഫക്റ്റീവാന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിലെ വാക്യം മൊത്തം കാണാൻ പഠിക്കാനല്ല, പിന്നെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള വചനം വേണം ചൊല്ലാൻ. നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ വചനത്തിന്റെ പ്രമാണത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ്. സ്തോത്രം. ചുമ്മാതെ ചില ആളുകൾ പ്രാർത്ഥിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ വളരെ രസമാണ്. പറയുന്ന വിഷയമായിട്ടൊരു ബന്ധമില്ല. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു പിടിപ്പീര് പിടിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന വചനപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കണം. ഇനി 4-മത്തെ കാര്യം പറയാം. ഒറ്റ വാക്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാകണമെങ്കിൽ ആ പ്രാർത്ഥന ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ഏലിയാവിന് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് മഹത്വം മുഴുവൻ ആർക്കാ വന്നതെന്നറിയാമോ? എന്തിനാ ഏലിയാവ് പ്രാർത്ഥിച്ചത്? ഇസ്രായേലിൽ ഒരു യഹോവയുണ്ട്, ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കാനാണ് പ്രാർത്ഥിച്ചത്. അപ്പം ഈ പ്രാർത്ഥന കൊണ്ട് പുള്ളിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? സ്തോത്രം. വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. പകരം നീ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം അപ്രൂവ് ചെയ്യണമെങ്കിൽ ആ വിഷയത്തിലൂടെ ദൈവത്തിന് മഹത്വം എത്തണം. ദൈവത്തിന് മഹത്വം വെളിപ്പെടുന്ന വിഷയം പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം ആ വിഷയത്തിനകത്ത് അപ്രൂവൽ തരൂ. അങ്ങനെയെങ്കിൽ ശ്രദ്ധയേറിയ പ്രാർത്ഥനയിലെ 4-മത്തെ കാര്യം,
അത് ദൈവത്തിന് മഹത്വം വെളിപ്പെടേണ്ട പ്രാർത്ഥനയായിരിക്കണം. ഇതൊക്കെ മണിക്കൂറുകളെടുത്ത് പറയേണ്ട കാര്യമാണ്, ഞാനങ്ങ് ഓടിച്ചു വിടുക. അഞ്ചാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. സ്തോത്രം. ശ്രദ്ധയേറിയ പ്രാർത്ഥനയിൽ 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 1, നീതിമാന്റെ പ്രാർത്ഥന. 2, പാപം ഏറ്റുപറഞ്ഞ് ശുദ്ധ മനസാക്ഷിയോട് കൂടിയുള്ള പ്രാർത്ഥന. 3, ദൈവവചന പ്രകാരമുള്ള പ്രാർത്ഥന. 4, ദൈവത്തിന് പൂർണ്ണ മഹത്വം കിട്ടുന്ന പ്രാർത്ഥന. അഞ്ചാമത്തെ ഘടകം, പ്രാർത്ഥന എന്നുള്ളതല്ല, ഈ ശ്രദ്ധയേറിയ പ്രാർത്ഥനയിലെ അഞ്ചാമതുണ്ടായിരിക്കേണ്ട ഘടകം, സ്തോത്രം, അത് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ അതിനെ മനഃപൂർവമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയാം. ഇവിടെ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തില് യാക്കോബ് പറയുന്നത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, മഴ പെയ്യാതിരിക്കേണ്ടതിന് വേണ്ടിയും താൻ പ്രാർത്ഥിച്ചു. 2, മഴ പെയ്യാനും പ്രാർത്ഥിച്ചു. അത് രണ്ടും പറയുന്നുണ്ട് ഇവിടെ. മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച കാര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിലില്ല. ഇവിടെ 17-ാം വാക്യത്തിൽ മഴ പെയ്യാതിരിക്കാൻ താൻ പ്രാർത്ഥിച്ചത് പറയുന്നുണ്ട്. 18-ാം വാക്യത്തിൽ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പോൾ മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞെന്ന് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഴ പെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചത് സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, 1 മിനിറ്റിനകത്ത് കുറഞ്ഞ പ്രാർത്ഥനയായിരിക്കണം മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. സ്തോത്രം. കാരണം അദ്ദേഹം ദൈവവചനം ചൊല്ലി മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വേദചിന്തകൻ പറഞ്ഞിരിക്കുന്നത് 39 വാക്കുകൾ അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്. 39 വാക്കെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് അത് 1 മിനിറ്റിൽ ഒതുങ്ങിയ പ്രാർത്ഥനയാണ്. എന്ത്? ദൈവമേ മഴ പെയ്യിക്കരുത്, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആകയാൽ മഴ പെയ്യിക്കരുതെന്നുള്ള പ്രാർത്ഥന. പക്ഷെ മഴ പെയ്യാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാ? 1 മിനിറ്റ് കൊണ്ട് ആ പ്രാർത്ഥന തീർന്നോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം വായിച്ചാൽ മതി. അദ്ദേഹം 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അവൻ ഏത് പ്രാർത്ഥനയ്ക്കായിരുന്നു കൂടുതൽ എഫേർട്ട്? ആ മഴ പെയ്യാനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു. 1-ാം പ്രാവശ്യം ഞാൻ അവിടെ വായിച്ചു നോക്കിയപ്പോ 7 അല്ല, മൊത്തം 8. കാരണം ആദ്യത്തെ പ്രാവശ്യം പുള്ളി പ്രാർത്ഥിച്ചിട്ട് ഭൃത്യനോട് പറഞ്ഞു പോയി കടലിൽ പോയി നോക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. ആ പുള്ളി വീണ്ടും മുഴങ്കാലുകൾക്കിടയിൽ തല തിരികെ വെച്ച് 7 പ്രാവശ്യം കൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു. ഈ 7 പ്രാവശ്യത്തിലും 6 പ്രാവശ്യവും വന്നിട്ട് പുള്ളി പോയി കടലിൽ പോയി നോക്കിയിട്ട് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. സാധാരണ ആളുകളോട് മേഘം നോക്കാൻ പറഞ്ഞാൽ മുകളിലോട്ടാണ് നോക്കണ്ടേ, ആകാശത്തോട്ടാണ് നോക്കണ്ടേ. ഇവർ ഭൃത്യൻ പോയി നോക്കിയത് കടലില്ല. കാരണം ഭൃത്യനറിയാം മേഘത്തിന്റെ ഉറവിടം കടലാണ്. കടലിൽ നിന്നാണ് ഇത് ആകാശത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ 3.5 വർഷമായി ഒരു ചെറിയ മേഘത്തെ പോലും ആകാശത്തിലേക്ക് വിടാതെ പിടിച്ചൊതുക്കി വെച്ചത് ഈ കടലാണ്. സ്തോത്രം. ഏലിയാവ് കർമ്മേലിൽ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ഭൃത്യനറിയാം ഏലിയാവിന്റെ പ്രാർത്ഥന കടലിന്റെ നെറുകയെ വെട്ടിപ്പൊളിച്ച് കടൽ പിടിച്ചു വച്ചിരിക്കുന്ന മേഘത്തെ ആകാശത്തിലേക്ക് പുറത്തെടുക്കുമെന്ന്. ഇന്ന് രാവിലെ നിന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ പവർ എന്താന്ന് നിനക്കറിയാമോ? നീ അനുഭവിക്കേണ്ട നന്മകളെ ഏതൊക്കെ കടല് പിടിച്ചു വെച്ചാലും അതിനെ വെട്ടിപ്പൊളിച്ചു പുറത്തെടുത്ത് മഴവായി പെയ്തിറക്കിക്കാൻ കരുത്തുള്ള പ്രാർത്ഥനയാണ് ശ്രദ്ധയേറിയ പ്രാർത്ഥനയെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ ആരോടും ആത്മാവ് പറയുന്നത് 2024 പിശാചി പിടിച്ചു വെച്ചത് 25ന്റെ പ്രഥമ മണിക്കൂറുകളിൽ സാത്താന്യ മണ്ഡലങ്ങൾ പിടിച്ചു വെച്ച ചിലതിനെ ഇന്ന് രാവിലെ പിടിച്ചു വെച്ചതിനെ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് വലിയ നന്മയുടെ മഴയായി പെയ്തിറക്കിപ്പിക്കാൻ ഈ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ആകയാൽ നിരന്തരമുള്ള പ്രാർത്ഥനയാണ് ശ്രദ്ധയേറിയ പ്രാർത്ഥന. 1 പ്രാവശ്യം കൊണ്ട് തീർന്നില്ല, വീണ്ടും 7 പ്രാവശ്യം നിരന്തരം മനഃപൂർവമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ സമയം ഒന്ന് മടങ്ങി വരാം. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 15 മിനിറ്റ് പ്രാർത്ഥിച്ചുള്ളെങ്കിലും ആ പ്രാർത്ഥന ശ്രദ്ധയേറിയ നീതിമാന്റെ പ്രാർത്ഥനയായി, ശുദ്ധ മനസാക്ഷിയോടുകൂടിയുള്ള പ്രാർത്ഥനയായി, ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയായി, ദൈവത്തിന് പൂർണ്ണ മഹത്വം കിട്ടുന്ന
നിരന്തരമുള്ള പ്രാർത്ഥനയായി നമുക്കൊരുമിച്ച് ശ്രദ്ധയേറിയ പ്രാർത്ഥനയിലേക്കൊന്ന് മടങ്ങി വരാം. HTCയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ തിരുവെടുത്ത് കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഫലമുണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫലമുണ്ടാകുന്ന ശ്രദ്ധയേറിയ പ്രാർത്ഥനയിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അടിസ്ഥാന പ്രമാണങ്ങൾ ഇതുണ്ടായിരിക്കണം. ആകയാൽ നമുക്കൊരുമിച്ച് അതിനായി ഒരുങ്ങാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, രാവിലെ സമയം ഞങ്ങൾക്ക് നൽകി തന്ന ദൈവവചന ധ്യാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ഒട്ടകത്തിന്റെ മുട്ടുപോലെയായ ഒരു ദൈവമനുഷ്യനാണ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വളരെ ഫലമുണ്ടാകുമെന്ന്. ആ പ്രാർത്ഥനയിലെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണെന്ന് ഞങ്ങളോട് നീ ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അനുദിന ജീവിതത്തിൽ നീതിമാന്മാരായി ജീവിപ്പാൻ, പാപക്ഷമയോടുകൂടെ പ്രാർത്ഥിക്കാൻ, ശുദ്ധ മനസാക്ഷിയോടുകൂടെ പ്രാർത്ഥിക്കാൻ, ദൈവവചന പ്രകാരം പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മഹത്വം മുഴുവൻ അങ്ങയ്ക്ക് ലഭിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവെ, നിരന്തരം മനഃപൂർവ്വമായി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അശ്രദ്ധയേറിയ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ കർത്തൃദാസന്മാരെയും ദൈവജനത്തെയും HTCയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബ്ലസ് ചെയ്യുന്നു. ഈ വചനത്താൽ ജനത്തിന്റെ ഉള്ളത്തെ തുറക്കണമേ, അവരുടെ ബുദ്ധിയെ തുറക്കണമേ, ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണമേ. കൃപയിൽ ഞങ്ങളെ മറയ്ക്കും, അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് വചനങ്ങളെ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു. ആമേൻ, ആമേൻ. ഷിജു വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം. പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം. അല്ല, പാസ്റ്റർ തന്നെ, ഷിബു വർഗീസ് പാസ്റ്റർ. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖകരമായ ഉറക്കം പ്രദാനം ചെയ്തിരുന്നാല് മുഴുവൻ സമയവും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച അങ്ങടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അവിടുത്തെ വചന കേൾവിയിലൂടെ ഞങ്ങൾക്ക് ഇന്ന് കുറെ കൂടെ ബോധ്യമാകുവാൻ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഏതെല്ലാം മേഖലകളിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കർത്താവെ ഞങ്ങൾക്ക് കുറെ കൂടെ ബോധ്യപ്പെടുത്തുവാൻ അവിടുത്തെ തിരുവചനത്തിൽ നിന്ന് ഞങ്ങളെ പ്രബോധിപ്പിച്ച ഞങ്ങളുടെ ദാസനെ കർത്താവെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഈ രാവിലെ ഞങ്ങളെ കർത്താവിന്റെ വചനം കൊണ്ട് അനുഗ്രഹിച്ചല്ലോ. അതിനകത്തിരിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരെയും അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങളുടെ മഹത്വപ്പെടുത്തും. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവിന് മഹത്വം കൊടുക്കുന്ന നിലവാരത്തിൽ ചെയ്തെടുപ്പാൻ ഞങ്ങളേവർക്കും ഭാഗ്യം നൽകണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. വന്നെല്ലാ കർത്തൃദാസിദാസന്മാരെയും ആശീർവദിക്കണം. ഇന്ന് മീറ്റിംഗ് നേതൃത്വം കൊടുത്ത കർത്താവിന്റെ ദാസൻ പ്രിയ ഹർത്താവേ ഭുവനേന്ദ്രൻ ബാസ്റ്റി കുടുംബത്തെ അവിടെ തട്ടപ്പാടിലെ പ്രവർത്തനങ്ങളെ ആദരിക്കണമേ, ആശീർവദിക്കണമേ. അതുപോലെ കർത്താവ് വന്നെല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവാകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കുമാറാകണം നല്ല പിതാവേ. പിതാവേ, നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇപ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാ ത്രിയേകത്തിന്റെ സമാധാനം, വാഴ്വുകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ നാം എല്ലാവരും കൂടെയും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട ദേവകുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും കർത്താവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേക ഭുവനേന്ദ്രൻ പാസ്റ്റർ, ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ, അതുപോലെ എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കും.